ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. മാർക്കറ്റിൽ ഒരു ശുഭദിനം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ കഥകളൊക്കെ നമ്മൾ കണ്ടു. ഈ ഒരു ആഴ്ചയിലേക്ക് പ്രതീക്ഷയോടെ നമ്മൾ കടന്നു വരികയാണ്. ആദ്യമായിട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഹരിയാന ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. റൂളിംഗ് പാർട്ടിക്ക് അത്ര ഫേവറബിൾ ആയിട്ടല്ല വന്നിട്ടുള്ളത്. അത് മാർക്കറ്റിൽ എത്തരത്തിൽ റിയാക്ട് ചെയ്യപ്പെടുമെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. കൂടാതെ തന്നെ മിഡിൽ ഈസ്റ്റ് എസ്കലേഷൻ അത് കുറച്ചും കൂടി തീവ്രമാകുന്നുണ്ട്. ഓയിൽ പ്രൈസും ഗോൾഡിൻ്റെ പ്രൈസും എല്ലാം തന്നെ കൂടുന്നുണ്ട്. പിന്നീടുള്ളത് ചൈനയുടെ ഒരു സ്റ്റിമുലേറ്റ് പാക്കേജാണ്. അവർ 50 ബേസ് പോയിൻ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഓവർ വാല്യുവേഷനിലുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് FIIs ചൈനയിലേക്ക് വകമാറ്റി 30,000 കോടി രൂപ FIIs കഴിഞ്ഞ ആഴ്ചയിൽ സെല്ല് ചെയ്തു. അപ്പോൾ ഇനി അത് എത്തരത്തിലാണ് ഇമ്പാക്റ്റ് വരുന്നത്? അത് നമ്മളുടെ ഒക്ടോബർ 9 RBIയുടെ മോണിറ്ററി പോളിസി ഉണ്ട്. സമാനമായൊരു കാര്യം RBI ചെയ്യുകയാണെങ്കിൽ FIIസിന് അത് ഇന്ത്യൻ മാർക്കറ്റിന് ഫേവറബിൾ ആവും. RBI 50 പോയിൻ്റ് ബേസ് കട്ട് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഗുണകരമാവും കറൻറ്റ് സിനാരിയോയിൽ മാർക്കറ്റിന്. കൂടാതെ Q2 റിസൾട്ടാണ് വരുന്നത് ഒക്ടോബർ ഈ ഒരു ആഴ്ചയിൽ. ഇൻഫോസിസിൻ്റെ റിസൾട്ട് ഒക്ടോബർ 16 HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള മുൻനിര ബാങ്കിങ് കമ്പനീസ് IT കമ്പനീസിൻ്റെ റിസൾട്ട്. അതൊക്കെയാണ് മാർക്കറ്റിൽ ഇനി മുന്നോട്ടുള്ളത്. ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഏറ്റവും താഴെ കാണാം, ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു. US മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ ഇന്ന് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ആണല്ലോ. ഇനിയിപ്പോൾ എത്ര നാളും ഉണ്ടാവും, എല്ലാ ദിവസവും എക്സ്പയറി എന്ന് നമുക്കറിയില്ല. അപ്പോൾ പരമാവധി എക്സ്പയറി കറൻറ്റ് സിനാരിയോയിലാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഉള്ളത്. അത് സെബിയുടെ റൂൾസും സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട്. അതും മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. എനിവേ ബാങ്ക് നിഫ്റ്റി മേജർ റെസിസ്റ്റൻസ് സോൺ 59,000, സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 58,000 ആണ്. ബാങ്ക് എക്സ് ഇപ്പോൾ PCR എല്ലാം ഏറ്റവും ടോപ്പിൽ 0.92 എന്ന് കാണുന്നെങ്കിൽ കൂടിയും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എല്ലാം തന്നെ PCR 0.5 ആണ്. വലിയ തോതിൽ ആളുകൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ആദ്യം ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. LIC ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ LICയിലുള്ള അവരുടെ നിക്ഷേപം ഉയർത്തി. ഫെഡറൽ ബാങ്ക് 2 ന്യൂസ് ഉണ്ട്. ക്രിസിൽ അപ്ഗ്രേഡ് ചെയ്തു. ഫെഡറൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് 16% ഉയർന്നു. ക്രിസിൽ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയാണ് ഫെഡറൽ ബാങ്കിനെ അപ്ഗ്രേഡ് ചെയ്തു. ടൈറ്റാൻ്റെ ജ്വല്ലറി സെഗ്മെൻറ്റിൽ ഇവരുടെ വളർച്ച ഇയർ ഓൺ ഇയർ 25% കൂടി. ഇൻഡസ്ഇൻഡ് ബാങ്ക് അവരുടെ ബാങ്കിൻ്റെ അഡ്വാൻസ് 13% കൂടി. മാക്രോടെക് ഡെവലപ്പേഴ്സ് കമ്പനി ബോംബെ ആസ്ഥാനമായിട്ടുള്ള റിയാലിറ്റി കമ്പനി ഇവരുടെ ബെസ്റ്റ് അവർ സെയിൽസ് ഈ തവണ റിപ്പോർട്ട് ചെയ്തു. ഗോദ്രേജ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ബെസ്റ്റ് അവർ സെയിൽസ് ആൻഡ് കളക്ഷൻസ് റിപ്പോർട്ട് ചെയ്തു. അദാനി വിൽമറും ഇവരുടെ പാം ഓയിലെല്ലാം തന്നെ ബിസിനസ് സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ ഡിജിറ്റ് ഓളിംഗ് ഗ്രോത്ത് ഇയർ ഓൺ ഇയർ കരസ്ഥമാക്കി. മെട്രോപോളിസ് ഹെൽത്ത് കെയർ കമ്പനി ലാബ് മാനേജ് ചെയ്ത കമ്പനിയാണ്. അവരുടെ ഇയർ ഓൺ ഇയർ റവന്യൂ 13% ഉയർന്നു. RBL ബാങ്ക് ടോട്ടൽ ഡെപ്പോസിറ്റ് 20%, കൂടാതെ തന്നെ ഇവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻസ് 7% ഉയർന്നു. L&T ഫിനാൻസ് കമ്പനി റീറ്റെയിൽ ലോൺ ഡിസ്ട്രിബ്യൂഷൻ 12% ഉയർന്നു. ഗെയിൽ കമ്പനി ഇവർ ഒരു റിന്യൂവബിൾ പ്രൊജക്റ്റ് 2.5 GW കപ്പാസിറ്റിയുള്ള പുതിയ കെമിക്കൽ പ്രൊജക്റ്റ് ഇവർ ചെയ്യാനായിട്ടുള്ള പദ്ധതി. ഗ്രാവിത്യ ഇന്ത്യ കമ്പനി 1000 കോടി രൂപക്ക് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ലാൻഡ്മാർക്ക് കമ്പനി മെഴ്സിഡൻസ് ബെൻസായിട്ട് ഇവരുടെ സെയിൽസ് ആൻഡ് സർവീസ് എല്ലാം തന്നെ ചെയ്യാനായിട്ട് 2 സ്റ്റേറ്റിൽ ലാൻഡ്മാർക്കിന് എഗ്രിമെൻറ്റ് കിട്ടി എന്നുള്ള ന്യൂസ്. അപ്പോൾ പൊതുവെ ബാങ്കിങ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ ഡെപ്പോസിറ്റ് ഉയർന്ന ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ Q2 റിസൾട്ട് പ്രകാരം നല്ല റിസൾട്ടുകളൊക്കെ എസ്പെഷ്യലി ഈവൻ HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസും നല്ല മികച്ച രീതിയിലുള്ള ഡെപ്പോസിറ്റ് ഉയർത്തിയിട്ടുണ്ട്. കറൻറ്റ് സിനാരിയോ ഒന്ന് സോൾട്ട് ഔട്ട് ആവണം. മാർക്കറ്റ് 4.5% ഇടിഞ്ഞിട്ടുള്ളത്, 1000 പോയിൻ്റ്. ഇനി എത്രത്തോളം ഇടിയുമോ അതോ തിരിച്ചു കയറ്റമാണോ എന്നൊക്കെ പ്രവചിക്കുക എന്ന് പറയുന്നത് ഈ ഒരു സിനാരിയോയിൽ അത് ആർക്കും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പോസിറ്റീവായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.